കോപ്പറേറ്റീവ് ലോ എന്ന സബ്ജക്റ്റിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഇവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, അമാൽഗമേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റി, സെക്ഷൻ 14, റൂൾ 13 ആൻഡ് 14. നമ്മൾക്ക് നോക്കാം എന്താണ് ഈ സെക്ഷൻ പറയുന്നതെന്ന്. The above section and rules lay down the procedure for transfer of assets and liability, division of one society into two or more society, amalgamation of two or more society to form a new society. ഈ ഒരു സെക്ഷനിൽ പറയുന്ന ഈ ഒരു 3 കേസുകളാണ്. ഒന്ന് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി, രണ്ടാമത്തെ ഡിവിഷൻ ഓഫ് വൺ സൊസൈറ്റി ഇൻറ്റു, അതായത് ഒരു സൊസൈറ്റി ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒന്നിൽ കൂടുതൽ സൊസൈറ്റികൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സൊസൈറ്റികൾ കൂടിച്ചേർന്നുകൊണ്ട് പുതിയൊരു സൊസൈറ്റി രൂപീകരിക്കുക. അതാണ് അമാൽഗമേഷൻ ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ്, അതിൻ്റെ പ്രൊസീജിയറെ കുറിച്ചാണ് ഈ ഒരു സെക്ഷൻ 14, റൂൾ 13 ആൻഡ് 14 ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി, അമാൽഗമേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റി. ഓക്കെ, ലെറ്റ് us see that. In case of A and B, the society may require pass a resolution by 2/3 majority of the members present and voting at the general body meeting of the society. And in case of C, any 2 or more society may be resolution passed by 2/3 majority of the members present and voting at a general body meeting of such society amalgamate themselves and form a new society. അപ്പോൾ ഈ ഒരു ആദ്യത്തെ എ അല്ലെങ്കിൽ ബി, അത് എ എന്ന് പറയുക ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി, അതുപോലെ ഡിവിഷൻ ഓഫ് വൺ സൊസൈറ്റി ഇൻറ്റു 2 or more സൊസൈറ്റി. ഈ 2 കേസിലും അതായത് സൊസൈറ്റികളിൽ ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതും ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യേണ്ടതുമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ അതിൽ 2/3 2 ഭാഗം ആൾക്കാർ പ്രസൻറ്റ് ആവേണ്ടതും അവർ വോട്ട് ചെയ്യേണ്ടതുമാണ്. അങ്ങനെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി, അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് വൺ സൊസൈറ്റി ഇൻറ്റു 2 or more സൊസൈറ്റിയെ അത് നമുക്ക് നടത്താവുന്നതാണ്. പിന്നെ ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ പിന്നെ രജിസ്ട്രാറിനെ അറിയിച്ച് നടത്തേണ്ടതാണ്. അതായത് സി കേസിൽ അമാൽഗമേഷൻ ഓഫ് 2 or more സൊസൈറ്റി, അവിടെ 2 അതിൽ കൂടുതലോ സൊസൈറ്റികൾ കൂടി ചേർന്നുകൊണ്ടാണ് ഒരു സൊസൈറ്റി ആവുന്നത്. അതുകൊണ്ട് ആ ഓരോ സൊസൈറ്റിയിലും പ്രത്യേകം സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യേണ്ടതാണ്. അതിനുവേണ്ടി അവരൊരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ടതും 2 ഭാഗം ആൾക്കാർ അത് പ്രസൻറ്റ് ആവുകയും അവർ വോട്ട് ചെയ്യുകയും ചെയ്യണം. അങ്ങനെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സായി കഴിഞ്ഞാൽ, in case of transfer of assets and liabilities, the concurrence of the transferring society is to be obtained by the registrar before giving approval. അതുപോലെ തന്നെ ഇതൊക്കെ പാസ്സായി കഴിഞ്ഞാൽ രജിസ്ട്രാറിൻ്റെ അപ്രൂവലിന് വേണ്ടിയിട്ട് ഈ പറയുന്ന സൊസൈറ്റി ഈ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ദ രജിസ്ട്രാർ എക്സ്പെക്റ്റഡ് ടു എക്സാമിൻ ദ പ്രൊപ്പോസൽ ഇഫ് ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് സൊസൈറ്റി ഓർ സൊസൈറ്റീസ് ഈ മേ ഗിവ് ഈസ് അപ്രൂവൽ. ഇനി അത് നല്ല രീതിയിൽ അതിൻ്റെ ആവശ്യകത അത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ രജിസ്ട്രാർ ഈ ഒരു അപ്രൂവൽ അനുവദിക്കുകയും അങ്ങനെ സൊസൈറ്റിക്ക് അവരുടെ ഷെയർ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് അവരുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. ആഫ്റ്റർ ഗെറ്റിംഗ് അപ്രൂവൽ, ദ സൊസൈറ്റി ഹാസ് ടു കൺവീൻ എ സ്പെഷ്യൽ general body meeting for the purpose, giving 50 clear days notice and pass a resolution for transfer of assets and liabilities or division of amalgamation, or as the case may be 2/3 majority of members present and voting. ഇനി ഈ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സായി കഴിഞ്ഞു, അത് രജിസ്റ്റർ അപ്രൂവൽ ചെയ്താൽ ഇവർ വീണ്ടും ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റ് വിളിക്കുകയും അത് 15 ദിവസം മുമ്പായിട്ട് അതിന് നോട്ടീസ് നൽകുകയും മെമ്പേഴ്സൊക്കെ പ്രസൻ്റ് ആവുകയും അവരൊക്കെ ഇതിന് അനുകൂലമായി വോട്ട് ചെയ്യുകയും ചെയ്താൽ ഇത് നമ്മൾക്ക് പാസ്സാക്കിയെടുക്കാവുന്നതാണ്. In case of division and amalgamation, the resolution shall include draft bylaw proposed for adoption. അതുപോലെ തന്നെ ഒരു ഡ്രാഫ്റ്റ് ബൈലോ, അതായത് ഇൻ കേസ് ഓഫ് ഡിവിഷൻ ആൻഡ് അമാൽഗമേഷൻ, അതായത് ഒരു സൊസൈറ്റി ഡിവൈഡ് ചെയ്തിട്ട് 2 സൊസൈറ്റി ആവുകയോ അല്ലെങ്കിൽ 2 കൂടുതൽ സൊസൈറ്റികൾ കൂടി ചേർന്നുകൊണ്ട് പുതിയൊരു സൊസൈറ്റി ആവുകയോ ചെയ്യും. അതാണ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് അമാൽഗമേഷൻ. ഈ 2 കേസിലും അവരൊരു പ്രൊപ്പോസ്ഡ് ബൈലോ കൂടി തയ്യാറാക്കേണ്ടതാണ്, ഒരു ഡ്രാഫ്റ്റ് ബൈലോ കൂടി തയ്യാറാക്കേണ്ടതാണ്. അതും കൂടി ആ മീറ്റിംഗിൽ പ്രസൻറ്റ് ചെയ്യേണ്ടതാണ്. Then so also in case of amalgamation, the draft bylaw shall also include a provision for the appointment of first committee by nomination. അതുപോലെ തന്നെ ഇവരുണ്ടാക്കുന്ന ഈ ഡ്രാഫ്റ്റ് ബൈലോയിൽ ഏത് പ്രൊവിഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്? അപ്പോയിൻമെൻറ്റ് ഓഫ് ഫസ്റ്റ് കമ്മിറ്റി ബൈ നോമിനേഷൻ. ഫസ്റ്റ് കമ്മിറ്റി വേണമല്ലോ. ആ കമ്മിറ്റി നോമിനേഷൻ വഴി ആരാണ് വേണ്ടതെന്നുള്ളത് കൂടി അതിൻ്റെ ഒരു പ്രൊവിഷൻ കൂടി ഈ ഒരു ഡ്രാഫ്റ്റ് ബൈലോയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ദ റെസൊല്യൂഷൻ ഹാസ് ടു ബി ഇൻറ്റിമേറ്റഡ് ടു ഓൾ ദ മെമ്പേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ഈ റെസൊല്യൂഷൻ എല്ലാ മെമ്പേഴ്സിനെയും അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിനെയും നിർബന്ധമായും അറിയിക്കേണ്ടതാണ്.
The members and creditors have option for withdrawal of shares, deposit, etc. within a period of 2 months from the date of service of notice. If option is against the resolution passed, the society should clear all the dues to the members or creditors. If any members or creditors does not exercise his option within the stipulated period, it will be deemed that they have given their assent to the proposal. അതായത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന കാര്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ ക്രെഡിറ്റേഴ്സിനും അതുപോലെ തന്നെ മെമ്പേഴ്സിനും അവർക്ക് ഒരു ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. വിത്തിൻ 2 മന്തിൻ്റെ ഉള്ളിൽ അവർക്ക് ഇതിന് എതിരെയാണെങ്കിൽ അവർക്ക് അവരുടെ ഷെയർസും ഡെപ്പോസിറ്റും പിൻവലിക്കാവുന്നതാണ്. ഇനി അങ്ങനെ പിൻവലിക്കുന്നില്ല, അവർ ബാക്കി കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അർത്ഥം അവർ ഇതുമായിട്ട് എഗ്രി ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ റെസൊല്യൂഷൻ എഗെയിൻസ്റ്റിലൊക്കെ ആണെങ്കിൽ അത് ആ കാര്യങ്ങളൊക്കെ if the option is against the resolution passed, the society should clear all dues to the members. ഇനി ഈ സ്പെഷ്യൽ റെസൊല്യൂഷൻ എഗെയിൻസ്റ്റ് ആണ് അവർ ഓപ്ഷൻ എങ്കിൽ അവരത് എഗെയിൻസ്റ്റ് ചെയ്യുന്നത് അവർക്ക് ഈ സൊസൈറ്റി അവർക്ക് കൊടുക്കാനുള്ള എല്ലാ ഡ്യൂസും എല്ലാം ക്ലിയർ ചെയ്യേണ്ടതാണ്. അതായത് അവർക്കൊരു ഓപ്ഷൻ കൊടുക്കുകയാണ് സൊസൈറ്റി ചെയ്യുന്നത്. ഇതിനെതിരെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് സൊസൈറ്റിയിൽ നിന്ന് നിങ്ങളുടെ ഡെപ്പോസിറ്റും അതുപോലെ തന്നെ ഷെയറും പിൻവലിക്കാനുള്ള അവസരം അത് വിത്തിൻ 2 മന്ത്സിനുള്ളിൽ തന്നെ ഈ പറയുന്ന ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് നടത്തിയിരിക്കണം. ഇനി അങ്ങനെ അവരതൊന്നും ചെയ്യുന്നില്ല എന്നില്ലേ അതിനർത്ഥം അവർ ഇതുമായിട്ട് അഗ്രി ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ thereafter the society has to report the matter to the register. ഇതൊക്കെ കഴിഞ്ഞ ശേഷം രജിസ്ട്രാറിന് ഈ പറയുന്ന മാറ്റർ വെച്ച് റിപ്പോർട്ട് നൽകാവുന്നതാണ്. The register, after satisfying himself that the procedure have been properly followed, declared that a resolution has taken effect, registered the amalgamated or divided society. ഇനി ഇതൊക്കെ നോക്കിയതിന് ശേഷം രജിസ്ട്രാർക്ക് അതൊക്കെ കൃത്യതയൊക്കെ ഉറപ്പുവരുത്തുകയാണെങ്കിൽ രജിസ്റ്റർ പുതിയ സൊസൈറ്റിക്ക് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ നടപടികൾ ചെയ്യുന്നതാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഈ ഒരു സെക്ഷൻ നമ്മൾ ഈ പറഞ്ഞ സെക്ഷൻ 14 റൂൾ 13 ആൻഡ് 14 ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, അമാൽഗമേറ്റഡ് ആൻഡ് ഡിവിഷൻ ഓഫ് ഷെയർസ് പറയാനുള്ളത്. അപ്പോൾ ഏതൊരു കേസിലും ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കണം. അവിടെ 2/3 മെമ്പേഴ്സ് പ്രസന്റ് ആവണം, വോട്ട് ചെയ്യണം, അനുകൂലിക്കണം. അങ്ങനെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് രജിസ്ട്രാർ അറിയിക്കുകയും രജിസ്റ്ററുടെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ 15 ഡേയ്സിന് നോട്ടീസ് കൊടുത്തുകൊണ്ട് വീണ്ടും ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടുകയും അതിൽ ഈ കാര്യങ്ങൾ അറിയിക്കുകയും അതുപോലെ തന്നെ ഒരു ഡ്രാഫ്റ്റ് ബൈലോ ഉണ്ടാക്കുകയും ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മെമ്പേഴ്സിനും അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിനും ഒരു 2 മാസത്തെ സമയം കൊടുക്കണം. അവർക്ക് ഇതിനെതിരെയാണെങ്കിൽ അവർക്ക് അവരുടെ ഷെയർസ് അല്ലെങ്കിൽ അവരുടെ ഡെപ്പോസിറ്റ് പിൻവലിക്കാനുള്ളത്. ഇനി അവരതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അതിനർത്ഥം അവർ ഇതിനുമായിട്ട് എഗ്രി ചെയ്യുന്നു എന്നുള്ളതാണ്. അതൊക്കെ ചെയ്തതിന് ശേഷം ഈ മാറ്ററൊക്കെ രജിസ്ട്രാറിനെ അറിയിച്ചു കഴിഞ്ഞാൽ ആ രജിസ്റ്റർ ഇതൊരു പുതിയ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് പ്രൊമോഷൻ ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ ഇക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്. സെക്ഷൻ 14A ആണ്. സെക്ഷൻ 14A പറയുന്നത് പ്രൊമോഷൻ ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ ഇക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്. ഇനി എന്താണെന്ന് നോക്കാം നമുക്ക്. പ്രൊമോട്ട് 1 or more subsidiary institution by passing a resolution by majority of the members present and voting at a general body meeting of the society. It is for the purpose of furtherance of the stated objects of the society. Prior approval of the register also is required. For considering a subsidiary institution, the promoting cooperative society control the management or board of directors or members of the governing body of such institutions or hold more than half of the nominal value of equity shares of such institution. ഈ ഒരു സെക്ഷൻ 14A പറയുന്നത് പ്രൊമോഷൻ ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് നമ്മുടെ സൊസൈറ്റിയുടെ കീഴിൽ വേറെ അതർ ആക്ടിവിറ്റീസ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് കാണുന്ന കോപ്പറേറ്റീവ് ബാങ്കൊക്കെ മെഡിക്കൽ സ്റ്റോർ അതുപോലെ തന്നെ ബാക്കിയുള്ള രീതിയിലുള്ള സ്ഥാപനങ്ങളൊക്കെ നടത്താറുണ്ട്. അതൊക്കെ ഒരു സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സെക്ഷൻ 14A പ്രകാരം നടത്താവുന്നതാണ്. അപ്പോൾ അങ്ങനെ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇതിങ്ങനെ നടത്തുന്നത് എന്ന് ഒരു ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചിട്ട് അതിൽ എല്ലാ മെമ്പേഴ്സോടും പറഞ്ഞിട്ട് അവരുടെ കൺസേൺ വാങ്ങേണ്ടതാണ്. ഇനി അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫർദറൻസ് ഓഫ് ദ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റ് ആണ്. സൊസൈറ്റിയുടെ ഒബ്ജക്റ്റീവായിട്ട് വേറെ ഫർദർ ഒബ്ജക്റ്റീവ് വരുന്ന രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ആരുടെ അപ്രൂവൽ വാങ്ങണം? രജിസ്റ്റേർഡ് അപ്രൂവൽ വാങ്ങണം. ഇനി രജിസ്റ്റേർഡ് അപ്രൂവൽ വാങ്ങി ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓൺ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പാരന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. അതായത് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ മാനേജ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ മെമ്പേഴ്സ് ഓഫ് ഗവേണിംഗ് ബോഡി ആയിരിക്കും അവരുടെ ആ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഒരു സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മോർ ദാൻ 50% ഓഫ് ദ ഷെയർ ആരുടേതായിരിക്കണം? കോപ്പറേറ്റീവ് സൊസൈറ്റിയുടേതായിരിക്കണം.
മോർ ദാൻ 50% ഷെയറും കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് തരിക. അതങ്ങനെ പറയാൻ കാരണം മോർ ദാൻ 50% ഉണ്ടായാൽ മാത്രമേ അതിൻ്റെ ഓവറോൾ കൺട്രോൾ ആരുടെ കയ്യിൽ വരൂ, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കൈകളിൽ നിക്ഷിപ്തമാവും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദ ആനുവൽ റിപ്പോർട്ട്സ് ആൻഡ് ഓഡിറ്റഡ്. ഇത് അതുപോലെ തന്നെ ഈ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാ തരത്തിലുള്ള ആനുവൽ റിപ്പോർട്ടും അതുപോലെ തന്നെ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ഓഡിറ്റഡ് ആണ്. അത് ഈ പാരന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ, അതായത് ദാറ്റ് മീൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജനറൽ ബോഡി മീറ്റിങ്ങിൽ അതിൻ്റെ കണക്ക് വിവരങ്ങളും കൂടി പ്രസൻറ്റ് ചെയ്യേണ്ടതാണ്. അത് അവിടെ പാസ്സാക്കി എടുക്കേണ്ടതാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. ദെൻ നെക്സ്റ്റ് വൺ, Partnership of Cooperative Societies, Section 14B. Section 14B deals with the partnership of cooperative societies. Partnership of cooperative society. അതായത് cooperative societies can either into a partnership for carrying out one or more specific business. അതായത് ഒന്നിൽ കൂടുതൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് ഏത് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഈസിലി എൻ്റർ ചെയ്യാവുന്നതാണ്. അതിലുള്ള സെക്ഷനാണ് സെക്ഷൻ 14B എന്ന് പറയുന്നത്. അതുകൊണ്ട് പാർട്ട്ണർഷിപ്പ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ രീതിയിലുള്ള പാർട്ട്ണർഷിപ്പ് ബിസിനസ് അല്ല. ഇത് അവർ പ്രവർത്തിക്കുന്നത് ആ പാർട്ട്ണർഷിപ്പ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരവുമല്ല. അവർ പ്രവർത്തിക്കുന്നത് അവർ പ്രവർത്തിക്കുന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 പ്രകാരമാണ്. പക്ഷെ അവർ ഈ ഒരു പാർട്ട്ണർഷിപ്പ് ബേസിൽ ആ ഒരു പ്രത്യേകതകളുള്ള ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി സെക്ഷൻ 14B ഇവരെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ അനുവദിക്കുന്നുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റി can either into a partnership for one or two more specific business. It does not means that partnership registered under Indian Partnership Act. Indian Partnership Act പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടൊന്നല്ല. 1969 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസുകൾ നടത്തുന്നത്. The partnership created for the interest of the members of the cooperative society, for the public interest or for the interest of the cooperative movement of general. അതായത് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നടത്താൻ കാരണം ഒന്നുകിൽ മെമ്പേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ആയിരിക്കും കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓഫ് ദ ജനറൽ പബ്ലിക്കിൻ്റെതായിരിക്കും, അല്ലെങ്കിൽ കേരള സ്റ്റേറ്റിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുന്നത്. സ്പെഷ്യൽ റെസൊല്യൂഷൻ മസ്റ്റ് ബി പാസ്ഡ് പ്രയർ പെർമിഷൻ ഓഫ് ദ രജിസ്റ്റർ ഈസ് റിക്വയർഡ്. ഏതൊരു കാര്യങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. അതുപോലെ തന്നെ രജിസ്ട്രാറുടെ അപ്രൂവലും ആവശ്യമാണ്. ഓക്കെ, ഇതൊക്കെയാണ് അതിൽ പറയുന്നത്. ദ നെക്സ്റ്റ് ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് ദ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, സെക്ഷൻ 15. ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് നിങ്ങൾക്കറിയാം. വാട്ട് ആർ ദ പ്രൊസീജിയേഴ്സ് ആർ റിക്വയർഡ് ഫോർ ഗെറ്റിംഗ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. The registration of a society whose assets and liabilities in full are transferred to another society shall stand cancelled. അതായത് ഒരു സൊസൈറ്റിയുടെ ഫുൾ അസറ്റും ലാബിലിറ്റി മറ്റൊരു സൊസൈറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൽ ആ ഒരു സൊസൈറ്റിയുടെ ഓട്ടോമാറ്റിക്കലി അവരുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ആവും. ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന സൊസൈറ്റി അവരുടെ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റി മറ്റൊരു സൊസൈറ്റിയിൽ ബി എന്ന് പറയുന്ന സൊസൈറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ എ എന്ന് പറയുന്ന സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവും. ഓക്കെ, ഇൻ കേസ് ഓഫ് 2 or more society amalgamated, the registration of the amalgamating society shall stand cancelled or on the registration of new society. അതായത് അമാൽഗമേഷൻ്റെ കേസിൽ ഒന്നിൽ കൂടുതൽ സൊസൈറ്റികൾ ഒരു പുതിയൊരു സൊസൈറ്റി ആയിട്ട് മാറി അമാൽഗമേറ്റ് ചെയ്യുമ്പോൾ ആ പഴയ സൊസൈറ്റികൾ പാരന്റിങ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ പുതിയൊരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി അവരുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും. When society divided registration of society stand cancelled and shall be deemed to have dissolved and shall cease to exist a corporate body. അതുപോലെ തന്നെ ഇനി ഒന്നിൽ കൂടുതൽ ഒരു സൊസൈറ്റി ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒന്നിൽ കൂടുതൽ സൊസൈറ്റികളാകുകയും ആ പുതിയ സൊസൈറ്റികൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പാരന്റിങ് സൊസൈറ്റി ആദ്യത്തെ ആ സൊസൈറ്റി ഓട്ടോമാറ്റിക്കലി അവരുടെ രജിസ്ട്രേഷൻ നടപടികൾ ക്യാൻസൽ ചെയ്യുകയും ചെയ്യും. ഇതാണ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയാനുള്ളത്. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് ഫങ്ഷൻസ് ഓഫ് രജിസ്റ്റർ ഇൻ കണക്ഷൻ വിത്ത് രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷനുമായിട്ട് കണക്ട് ചെയ്ത് ഒരു രജിസ്ട്രാറുടെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ നോക്കാം. ഈ ഷുഡ് സീ ദാറ്റ് ദ അപ്ലിക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ദ കോപ്പറേറ്റീവ്സ് ആക്ട് ആൻഡ് റൂൾസ്. രജിസ്ട്രാറാണ് അത് ഇത് വെരിഫൈ ചെയ്യേണ്ടത്. അവർ തന്ന രജിസ്ട്രേഷൻ അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആക്ടിനും പ്രൊവിഷനും റൂളിനും യോജിച്ച് പോകുന്നതായിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് അങ്ങനെയുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ. അപ്പോൾ ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ സമയത്ത് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നടപടിയുടെ സമയത്ത് ഒരു രജിസ്ട്രാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട ഫംഗ്ഷനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്.
Then second one, he must make sure that object mentioned in accordance with section 4. സെക്ഷൻ 4 ആണ് ഒബ്ജക്റ്റീവ്സ് പറയുന്നത്. അതിൽ പറയുന്നത് ഒരു സൊസൈറ്റി തുടങ്ങണമെങ്കിൽ സെർട്ടൻ ഒബ്ജക്റ്റീവ്സ് വേണം. ആ ഒബ്ജക്റ്റീവ്സ് അനുസരിച്ച് തന്നെയാണോ ഈ സൊസൈറ്റി ഫോം ചെയ്യുന്നത് എന്നുള്ളതും കൂടി ആര് വെരിഫൈ ചെയ്യണം? നമ്മുടെ രജിസ്ട്രാർ വെരിഫൈ ചെയ്യണം. അതുപോലെ തന്നെ യു ഷുഡ് നോട്ട് ദാറ്റ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ പ്രൊപ്പോസ്ഡ് സൊസൈറ്റി ആൻഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് അനദർ സൊസൈറ്റി ഓഫ് സിമിലർ ടൈപ്പ് ഡു നോട്ട് ഓവർലാപ്പ്. അതായത് ഈ പ്രൊപ്പോസ്ഡ് സൊസൈറ്റിയുടെയും ഓൾറെഡി അവിടെയുള്ള സൊസൈറ്റിയുടെയും ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരിക്കലും ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല. അതായത് സിമിലർ ടൈപ്പ് സൊസൈറ്റി ആണെങ്കിൽ, അതായത് സിമിലർ ടൈപ്പ് സൊസൈറ്റി എന്ന് പറയുന്നത് അവർ ഒരേ സ്വഭാവത്തെ ഒരേ പ്രത്യേകതകളുള്ള ഒരേ ടൈപ്പ് ബിസിനസ് ചെയ്യുന്ന സൊസൈറ്റികളാണെങ്കിൽ ഒരു സൊസൈറ്റിയിലുള്ള ഏരിയ ഓഫ് ഓപ്പറേഷനിൽ മറ്റൊരു സൊസൈറ്റി ഉണ്ടാകാൻ പാടില്ല. അത് ശ്രദ്ധിക്കേണ്ടത് രജിസ്ട്രാർ ആണ്. He should see that the proposed bylaw are not contrary to the provisions of this act and rules. ഈ സൊസൈറ്റി, അതായത് സൊസൈറ്റിയുടെ പ്രൊപ്പോസ്ഡ് ബൈലോ എന്ന് പറയുന്നത് ഒരിക്കലും ഈ 1969 ആക്ടിലെ റൂൾസിനും അതുപോലെ തന്നെ അതിൻ്റെ ബൈലോക്കും അതുപോലെ തന്നെ അതിൻ്റെ പ്രൊവിഷനും എതിരെ ആകാൻ പാടുള്ളതല്ല. അതുമായിട്ട് യോജിച്ചു പോകുന്നതാകണം. You should also see that proposed society complies with the requirement of sound business. അതുപോലെ തന്നെ സൗണ്ട് ബിസിനസ് ആയിരിക്കണം. അത് രജിസ്ട്രാർ ഉറപ്പുവരുത്തണം. ഇവർ ഈ പ്രൊപ്പോസ്ഡ് സൊസൈറ്റി സൗണ്ട് ബിസിനസ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് ഈ രജിസ്ട്രേഷൻ നടപടികൾ തുടരാൻ അവർക്ക് അർഹതയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് സെക്ഷൻ 14 ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, അമാൽഗമേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റി. ദെൻ സെക്ഷൻ 14 A, promotion of subsidiary institution for the economic welfare of societies. അതുപോലെ തന്നെ സെക്ഷൻ 14B, partnership of cooperative societies. Then section 15, cancellation of registration certificate. Then last one, functions of register in connection with the registration of cooperative society. Okay, thank you.